നമസ്കാരം, എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വിക്രമിനെയും കൂട്ടുകാരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അവർ കല്യാണക്കാര്യത്തെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിൻ്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീനിവാസൻ സാറ് വിളിച്ചാൽ പോലും ഇവനെ കിട്ടില്ല, പിന്നീട് ഇവൻ എന്ത് ചെയ്യണമെന്ന് ആ കുട്ടിയായിരിക്കും തീരുമാനിക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ടിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് കൂട്ടുകാർ തങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇവൻ്റെ കല്യാണത്തിന് പോകണം കേട്ടോ എന്ന്. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പോകണം, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഗുണമേ ഉണ്ടാവത്തുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനെയാണ്. അമ്മായിച്ചൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ശ്രീകാന്തെ നിനക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? അപ്പോൾ ശ്രീകാന്ത് പറയാ, അത് വേദയുടെ കാര്യം അച്ഛ, അതൊക്കെ നിങ്ങൾ മുളയിലെ നുള്ളേണ്ട കാര്യമല്ലായിരുന്നോ? നീയും നിന്റെ അച്ഛനും അത് ചെയ്തില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഞാനാണെന്നുണ്ടെങ്കിൽ ആ ദർശനോട് ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് ഇനി ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ലെന്നാണ് അവൻ പറയുന്നത്. അത് അങ്ങനെ ഒരു പോങ്ങൻ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാ, എന്നാൽ പിന്നെ നമുക്ക് ദർശനയും വേദനയും ഒന്നിപ്പിക്കുന്ന കാര്യം ആലോചിച്ചാലോ? നിനക്ക് എന്താ ശ്രീകാന്തേ, വട്ടാണോ? ഇനി അവൾ അവനെയും വിട്ടിട്ട് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ മോൻ അവളെയും കാത്തിരിക്കണമെന്നാണോ നീ പറയുന്നത്? അച്ഛാ, വേദയും വിക്രമും തമ്മിൽ ഇതുവരെ ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല. അവർ രണ്ടായിട്ടാണ് ജീവിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? നീ അവരുടെ വീട്ടിലാണോ താമസിക്കുന്നത്? അതെ അച്ഛാ, അവർ രണ്ടായിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാനുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് എനിക്ക് അച്ഛൻ്റെ സഹായം കൂടി വേണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ തീർക്കാനാണോ? അതെ അച്ഛാ, അവനെ തീർക്കണം, അല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുൻപിലില്ല. നിന്റെ അച്ഛനോ ദർശനോ ഇത് അറിഞ്ഞു കഴിഞ്ഞാലോ? ആരും അറിയാൻ പാടില്ല. ആരും അറിയാതെ ഒരു ആക്സിഡന്റിലൂടെ അവനെ തീർക്കണം. ദർശൻ അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ച് പറയാൻ പോലും അവൻ മടിക്കില്ല. അപ്പോൾ അമ്മായിച്ചൻ പറയുന്നുണ്ട്, എങ്കിൽ ശരി, നീ ചങ്കുറപ്പുള്ള പിള്ളേരെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിക്കോളൂ, പക്ഷെ പണി പാളി പോവരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ കേസും കൂട്ടമൊക്കെ ആയിട്ട് നിനക്ക് അറിയാലോ. ഇല്ല അച്ഛാ, ഒന്നും സംഭവിക്കില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീടാണ്. വിക്രമിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പന്തൽ പണിക്കാരെയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സമയം വിക്രം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇതൊക്കെ പന്തൽ പണിക്കാരെയൊക്കെ വിളിച്ചിട്ട്? വലുതായിട്ടൊന്നുമില്ലടാ, ചെറുതായിട്ടെങ്കിലും അലങ്കരിക്കണം, ഒരു മണ്ഡപം കെട്ടണം. പിന്നെ നിന്റെ അച്ഛമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. നിന്റെയും വേദയുടെയും വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛമ്മ അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അച്ഛമ്മ ഉടനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെനിക്കറിയാം, ആ തള്ള അല്ലെങ്കിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. വിക്രം, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നിന്റെ അച്ഛൻ്റെ അമ്മയാണ്. അച്ഛൻ പോലും അച്ഛമ്മ പറയുന്ന കാര്യങ്ങളൊന്നും എതിർക്കാറില്ല. എല്ലാം എനിക്കറിയാമേ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒത്തുകളിയല്ലേ ഇതെല്ലാം. പക്ഷെ അതിനൊന്നും നിന്നു തരാൻ എന്നെ കിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ അപ്പുമോൾ ഓടി വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചെറിയച്ഛൻ എന്നെ കറങ്ങാൻ കൊണ്ടുപോകുമോ? ഞാൻ അച്ഛനോട് പറഞ്ഞതാ, അപ്പം അച്ഛൻ പറഞ്ഞു ചെറിയച്ഛൻ കൊണ്ടുപോകുമെന്ന്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അയ്യോ മോളെ, ചെറിയച്ഛന് ജോലിയില്ലേ, പിന്നെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ഇത് കേട്ടിട്ട് വേദ വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, പിന്നെ ഭയങ്കര ജോലിയല്ലേ, ചെറിയച്ഛൻ കൊണ്ടുപോകും മോളേന്ന്. അപ്പോഴേക്കും അപ്പുമോൾ പറയുന്നുണ്ട്, എന്നാൽ ചെറിയമ്മ കൂടി എൻ്റെ കൂടെ വാ. വേദ പറയാ, ഇല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. അത് പറ്റില്ല, എന്നെ കൊണ്ടുവരാൻ നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ വീട്ടിലേക്ക് വന്നത്, പിന്നെന്താ എൻ്റെ കൂടെ കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ? അങ്ങനെ വേദയും വിക്രമും മോളും കൂടിയിട്ട് ബീച്ചിലേക്ക് പോവുകയാണ്. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ട വിക്രമിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ അമ്മായിച്ചനെ വിളിച്ച് പറയുന്നുണ്ട്, വിക്രം എൻ്റെ മുന്നിൽ പോകുന്നുണ്ട്, കൂടെ വേദയുണ്ടെന്ന്. അപ്പോഴേക്കും നമ്മുടെ അമ്മായിച്ചൻ പറയുന്നുണ്ട്, അയ്യോ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, വേദയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന്. എന്തായാലും നീ അവനെ ഫോളോ ചെയ്യ്, ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ തീർത്താൽ മതിയെന്ന്. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും ഒക്കെ ബീച്ചിലെത്തുന്നുണ്ട്. എന്നിട്ട് അപ്പുമോള് വേദയോട് ചോദിക്കുന്നുണ്ട്, ചെറിയമ്മേ, നിങ്ങളുടെ കല്യാണം ഒന്നുകൂടി നടത്താൻ പോവുകയാണോ? അമ്മ പറഞ്ഞല്ലോ നിങ്ങളുടെ കല്യാണമാണെന്ന്. അതേ മോളെ, ചെറിയച്ഛനും ചെറിയമ്മയും കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആദ്യം ചെറിയച്ഛൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയപ്പോഴേ ഭയങ്കര വെപ്രാളമായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ചെറിയച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയി. എന്നാൽ ഇപ്പോൾ അത് ഒന്നുകൂടി ഉറപ്പിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും ഞങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന്. അങ്ങനെ അപ്പുമോളുടെ സംശയമൊക്കെ തീർത്തു കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ അപ്പുമോളുടെ കൂടെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അപ്പുമോളാണെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടേനെ കാണുന്നുണ്ട്. ഇയാളാണെന്നുണ്ടെങ്കിൽ അപ്പുമോളെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പുമോൾ പേടിച്ചിട്ട് നേരെ വിക്രമിൻ്റെയും വേദയുടെയും അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവരെ ഈ ഗുണ്ടേനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാണ്. പക്ഷെ വേദയും വിക്രമും അവിടെ ഒന്ന് നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല. അപ്പം വിക്രം പറയുന്നുണ്ട്, അത് മോക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്തും ഈ ഗുണ്ട ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പകുതിക്ക് വെച്ച് വിക്രത്തിന് ഒരു കോൾ വരുന്നുണ്ട്, ശ്രീനിവാസനാണ് വിളിക്കുന്നത്. ആ സമയം വിക്രം നമ്മുടെ വേദേനെയും അപ്പുമോളെയും കൂടെ ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് വിടുവാണ്. എന്നിട്ട് ശ്രീനിവാസന്റെ അടുത്തേക്ക് വിക്രം പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീടാണ്. കമലാമ്മ അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, വിക്രമിന്റെ വേദയുടെയും കല്യാണം ഒന്നുകൂടി നടത്തി കഴിഞ്ഞാൽ അത് നാണക്കേടാവില്ലേ? ആൾക്കാർ ചോദിക്കില്ലേ ആദ്യം നടന്നത് അപ്പോൾ കള്ളക്കല്യാണമാണെന്ന്? അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണം ഒന്നുകൂടി നടന്ന് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് നടത്തുന്നത്. അതിനിപ്പോൾ നാട്ടുകാർക്ക് എന്താ?
ഞങ്ങൾ ക്ഷണിക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി വന്ന് ചടങ്ങിൽ പങ്കെടുത്തിട്ട് പോവുക, അത്രയല്ലേ അവർ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തിനാണ് അവർ ഇടപെടുന്നത്? അപ്പോഴേക്കും അത് കേട്ടിട്ട് അവരവിടുന്ന് പോവുകയാണേ. അപ്പോഴാണ് നമ്മുടെ അപ്പുമോളും വേദയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, വിക്രം എവിടെ? നിങ്ങളെ പാതി വഴിയിൽ ഇറക്കി വിട്ടിട്ട് അവൻ പോയോ? അത് വിക്രമിന്റെ നേതാവ് വിളിച്ചിട്ട് പോയതാ, ഞാനാ വിക്രമിനോട് പറഞ്ഞത് പൊയ്ക്കോളാൻ. അത് കേട്ടിട്ട് നന്ദിനി പറയുന്നു, ഓഹോ, അപ്പം നീ പറയുന്നത് വരെ കേൾക്കാൻ വേണ്ടിയിട്ട് വിക്രം എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇപ്പം വിക്രം എല്ലാ കാര്യങ്ങളും അനുസരിക്കുമെന്ന്. അങ്ങനെ സംസാരിച്ചിട്ട് കമലാമ്മയും ശ്രീജയൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് നന്ദിനി വേദയെടുത്ത് ചോദിക്കുന്നുണ്ട്, 21-ാം തീയതി കല്യാണം നടക്കുമെന്ന് നീ അങ്ങ് ഉറപ്പിച്ചല്ലേ? അതേ നന്ദിനിയെടുത്തി, ഞാൻ ഉറപ്പിച്ച്. എന്തേ, ബെറ്റുണ്ടോ? അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് പായസം വിളമ്പുന്ന സമയത്തെ നന്ദിനിയെടുത്തേക്ക് ഒരു ഗ്ലാസ് പായസം ഞാൻ അധികം തരുമെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രത്തെ ആണെന്നുണ്ടെങ്കിൽ ആ ഗുണ്ട ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാറിനകത്താണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തും ഉണ്ട്, ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും ഉണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, കുറേ നേരമായിട്ട് നമ്മൾ അവനെ ഫോളോ ചെയ്യുവാണ്, എവിടെയെങ്കിലും വെച്ച് അവനെ ഒന്ന് തീർക്കടാന്ന്. അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, തീർക്കണമെങ്കിൽ തീർക്കാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇവിടെ വെച്ച് തീർത്തു കഴിഞ്ഞാലേ സാറിന് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ അമ്മായച്ചനും പറയുന്നുണ്ട്, CCTV ഇല്ലാത്ത ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവനെ തീർത്താൽ മതി. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ സ്ഥലം വന്നപ്പോഴത്തേക്കും ഇവർ കാറ് വിക്രമിൻ്റെ ബൈക്കിൽ ശക്തിയായിട്ട് കൊണ്ടിടിക്കുകയാണ്. വിക്രം അവിടെ നിന്ന് തെറിച്ച് ഒരു പാറക്കല്ലയിൽ തലയടിച്ച് ചോര വാർന്ന് കിടക്കുവാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും ഗുണ്ടയും കൂടിയിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ്. ആ സമയം ആ ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ഒരു വാളെടുത്തിട്ട് വിക്രമിനെ വെട്ടാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ തടയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ്, എന്തിനാണ് അവനെ തടയുന്നത്? ഇവനെ അങ്ങ് വെട്ടിക്കൊല്ലട്ടെ, ഏതെങ്കിലും ഗുണ്ട വന്ന് ഇവനെ വെട്ടിയതാണെന്ന് വിചാരിച്ചോളും ആൾക്കാർ. അപ്പോഴേക്കും നമ്മുടെ അമ്മായച്ചൻ പറയുന്നുണ്ടേ, കേസ് അന്വേഷണം ഏതെങ്കിലും രീതിയിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളും കുടങ്ങും. കേരള പോലീസിന്റെ സൈബർ ഡിപ്പാർട്ട്മെന്റ് നിന്നെപ്പോലെ മണ്ടന്മാരല്ല, ഇതൊരാളൊഴിഞ്ഞ സ്ഥലമാണ്, ഇങ്ങോട്ടേക്ക് എന്തായാലും ആരും വരാൻ പോകുന്നില്ല, ഇവൻ ഇവിടെ കിടന്ന് ചോര വാർന്ന് ചത്തോളും. പിന്നെ 2 ദിവസത്തേക്ക് വണ്ടിയും പുറത്തേക്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ കാറിൽ കയറിയിട്ട് പോവുകയാണെ. ചോര വാർന്ന് കിടക്കുന്ന വിക്രമിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്